എത്ര സിനിമയിൽ വിളിച്ച് ചിരിപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു നോക്കൂ. മറിമായത്തിലെ ഒരു ചിരി കാരണം കുറെ സിനിമകളിൽ ചിരിപ്പിച്ചിട്ടുണ്ട്. അവസാനം ശ്രീ പറഞ്ഞു ചിരിക്കാൻ വേണ്ടി ഞാൻ വരുന്നില്ല, എനിക്ക് വേറെന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ അതിപ്പം എന്താ പറയാ, അത് ഒരു കോമഡി ആണ് എന്നൊക്കെ തോന്നിയിട്ടുള്ള ഒരു വിളിയായിരിക്കും. പക്ഷെ അതിലൊന്നും എനിക്കൊരു നഷ്ടബോധമോ അല്ലെങ്കിൽ ഒരു സങ്കടമൊന്നും എനിക്കില്ല. കാര്യം ഞങ്ങൾ മറിമായം ടീമിനെ സംബന്ധിച്ച് നമ്മൾ ചെയ്യാത്ത ക്യാരക്ടേഴ്സ് ഇല്ല. ഒരു 18 വയസ്സ് മുതൽ ഒരു 90 വയസ്സ് വരെയുള്ള ക്യാരക്ടർ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ അമ്മയായിട്ടും അമ്മുമ്മയായിട്ടും മോളായിട്ടും ഭാര്യയായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിരാശ അഭിനയത്തിൽ എനിക്കില്ല. പക്ഷെ ഈ അവസരങ്ങൾ നമ്മളിലേക്ക് എത്തിയാലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഓപ്പർച്യൂണിറ്റി വന്നാലല്ലേ നമുക്ക് ഫലിപ്പിക്കാൻ പറ്റും. അതെ, അതല്ലേ അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 2010 ചിരിയുടെ തോന്നുന്നു. അതെ അതെ അല്ലേ, അതിലല്ലേ ഫസ്റ്റ് ആ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞ സംഭവം ഹിറ്റ് ചെയ്തത്. അത് ഒരു വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടിയിലായിരുന്നു. അതെ അതെ അതെ, അതാണ് ആ സമയത്തെ പ്രത്യേകത. ടി വി ആണ് ആൾക്കാർ കൂടുതൽ കാണുന്നത്, പിന്നെ ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുക. അത് ഉണ്ണികൃഷ്ണൻ സാറാണ് ഡയറക്ട് ചെയ്തത്. മറിമായം, ഉപ്പുമുളകും, തട്ടിമുട്ടിയും ഇതിന്റെയൊക്കെ ഡയറക്ടറായിരുന്നു ഉണ്ണികൃഷ്ണൻ സാറാണ് അത് ഡയറക്ട് ചെയ്തത്. ഞാൻ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ ഷോയിൽ ആദ്യമേ പുറത്തു പോയിട്ട്, പുറത്തു പോയതിന് ശേഷം ഞാനാണ് അതിൽ, എന്നെയാണ് സാർ അതിലേക്ക് വിളിക്കുന്നത്, സെലക്ട് ചെയ്തത്. അപ്പോൾ ആ പ്രോഗ്രാം നല്ല ഒരു പ്രോഗ്രാം. ആ ഫസ്റ്റ് ലേപ്പൽ വെച്ചിട്ട് തുടക്കം അവിടെ നിന്നായിരുന്നു. ലേപ്പൽ ആദ്യമായിട്ട് ഫിക്സ് ചെയ്ത് ചെയ്യുന്ന, ലൈവായിട്ട് ചെയ്യുന്ന, ലൈവ് റെക്കോർഡിങ് ഉള്ള ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ചിരികൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആണ് മറിമായം സാർ അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. 10-14 വർഷം ആകാറായി. ഇല്ല, 14 വർഷം ഇവരാകുന്നു. ഞാൻ മറിമായം സ്റ്റാർട്ട് ചെയ്തിട്ട് 3-ാമത്തെ വർഷം അതിൽ നിന്ന് മാറിയ ആളാണ്. പക്ഷെ ഈ 3-ാമത്തെ വർഷം മാറിയെങ്കിലും ഇപ്പോഴും എന്നെ എല്ലാവരും വിളിക്കുന്നത് ആ മറിമായത്തിലെ ക്യാരക്ടറിന്റെ പേര് തന്നെയാണ്. ലോലിതൻ എന്നുള്ള ക്യാരക്ടറിന്റെ പേരിൽ ആണ് കൂടുതലും പേര് നോട്ടീസ് ചെയ്യുന്നതും വിളിക്കുന്നത് ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ബേസിലാണ് ഈ പറയുന്ന ചിരി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് മൂവിയിലേക്ക് എല്ലാവരും ഡയറക്ടേഴ്സ് ഒക്കെ വിളിക്കുമ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്ക് അവിടെ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടൊരു പ്ലേസ് തന്നത് ജിത്തു ജോസഫ് സാറാണ്. അദ്ദേഹം എന്നെ കാണുകയും, അപ്പം ഞാൻ ഇത്ര പോലും ഇതില്ല, വളരെ കുറച്ചുകൂടെ സ്ലിമ്മാണ്, വളരെ ഒരു വില്ലൻ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അതിന് മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ട് വില്ലൻ, ഒരു കോളേജ് ടീനേജ് ടൈപ്പിലുള്ള ഒരു വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്ന നല്ല ഒരുപാട് ഫൈറ്റ് ഇതൊക്കെ ഉള്ളൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വേറൊരു ലെവലിലേക്ക് നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം തന്നത് അദ്ദേഹമാണ്, ജിത്തു ജോസഫ്. അതെ, അദ്ദേഹം തരാൻ കാരണം എന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞതും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞാൽ കുട്ടേട്ടൻ വിജയരാഘവൻ, അദ്ദേഹത്തിന് ഞാൻ നേരിട്ട് ആ സമയത്തൊന്നും കണ്ടിട്ടില്ല, ആ മൂവി ഇറങ്ങിയ സമയത്തൊന്നും. അപ്പൊ അദ്ദേഹമാണ് എന്നെ സജസ്റ്റ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കുട്ടേട്ടനെ നേരിട്ട് കാണുന്നത്. മെമ്മറീസ് മൂവി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടേട്ടനെ ഞാൻ നേരിട്ട് കാണുന്നത്. ഞാൻ വിളിക്കാറുണ്ട്, ഫോണൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം വളരെ അടുത്ത സുഹൃത്തെന്നോ അതിനേക്കാളും അപ്പുറമായിട്ടുള്ള ഒരു സ്നേഹബന്ധമാണ് എനിക്ക് കുട്ടേട്ടൻ. വലിയ കാര്യമുള്ള കാര്യം തന്നെ. ഈ ഒരു 3 years ആണല്ലോ മറിമായത്തിൽ ചെയ്തത്. അപ്പോൾ അതിനൊരു ഗ്യാപ്പ് തീർച്ചയായിട്ടും വന്നല്ലോ. അപ്പോൾ അത് മറിമായത്തിൽ നിന്ന് ഇപ്പം ഇറങ്ങുക എന്നുള്ളൊരു സംഭവം, കാരണം അത് വളരെ ഹിറ്റായിട്ട് പൊയ്ക്കൊണ്ടിരുന്നൊരു സംഭവം, തീർച്ചയായിട്ടും നമ്മളെ ആൾക്കാരെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു പരിപാടിയായിരുന്നല്ലോ. അപ്പോൾ അത് ഇറങ്ങാൻ ചിലപ്പം വേറെ എന്തെങ്കിലും വഴിയിലേക്ക് പോകാനായിരുന്നോ, അല്ലെ മറിമായത്തിൻ്റെ ഒരു ഗ്യാപ്പ് എടുത്തത്? ഇല്ല, അതൊരു ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നതാണ്. എനിക്ക് മാറേണ്ടി വന്നതാണ്. അതായത് ഡയറക്ടർക്ക് അവിടെ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും ഞാൻ അദ്ദേഹത്തോടൊപ്പം മാറിയതാണ്. പിന്നീടും ചാനലിൽ നിന്ന് തന്നെ ആ പ്രോഗ്രാമിലേക്ക് വിളിച്ചെങ്കിലും എനിക്ക് അങ്ങോട്ടേക്ക് ആ സമയം അങ്ങനെ ഒരു സമയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് മാറി നിൽക്കേണ്ടി. അതിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഇപ്പോഴും ശ്രീയുടെ പറയും, ഇപ്പം എത്ര ഹിറ്റ് പരിപാടിയാണെങ്കിലും നമ്മൾ അഭിനയിക്കുന്ന സാഹചര്യം നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഒരു മെന്റൽ സ്ട്രെങ്ത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നത് സിറ്റ്കോംസിൽ ലൈവ് റെക്കോർഡിംഗ് ആണ്.
ഒരു ഡബ്ബിംഗ് പരിപാടിയല്ല, ഇംപ്രവൈസ് ചെയ്ത് ചെയ്യേണ്ടതാണ്. സ്ക്രിപ്റ്റ് അനുസരിച്ച് വെറുതെ അങ്ങനെ പറഞ്ഞ പോലെയല്ല. അപ്പോൾ ഇതിൽ ഒരു ആക്ടറുടെ മനസ്സിൻ്റെ അവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ്. മെന്റൽ ഹെൽത്തും ഹാപ്പിനെസ്സും. അതെ. അപ്പോൾ അങ്ങനെ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ മാറുക എന്നുള്ളതാണ്. അല്ലാതെ സ്ട്രെസ്ഫുള്ളി അതിൽ നിന്ന് നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കും, നമ്മുടെ വീട്ടിലത് ബാധിക്കും. മനസ്സിലായില്ലേ? നമ്മൾ മൊത്തത്തിൽ തകർന്നു പോകും, നമ്മുടെ വീട്ടിലുള്ളവരും കൂടെ തകർന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാനും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ സ്ട്രെസ്ഫുള്ളി ഒരു സ്ഥലത്തും നിൽക്കേണ്ട ആവശ്യമില്ല. ഇതില്ലെങ്കിൽ വേറെ, ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് നമ്മൾ വീട്ടിൽ സന്തോഷമായിട്ടിരിക്കും, അതിന് ഒരു പ്രശ്നമില്ല. അപ്പം ഞാനും ചില സമയങ്ങളിൽ അത്തരം തീരുമാനം എടുത്തിട്ടുള്ള ഒരാളാണ്. ഹിറ്റായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഞാൻ പ്രോഗ്രാമിൽ നിന്നൊക്കെ മാറിയിട്ടുമുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് സമാധാനമായി ഉറങ്ങുക, സമാധാനമായി ജോലി ചെയ്യുക, സമാധാനമായി ഭക്ഷണം കഴിക്കുക, അത് തന്നെയാണ് പൈസയെക്കാട്ടിലുമൊക്കെ വലുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് തന്നെയാണ് ഞാൻ ശ്രീയോട് എപ്പോഴും പറയുന്നത്. അങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു ആ സമയത്ത്? അങ്ങനെ പറയാറുണ്ട്. ഇപ്പോഴും ഞാൻ പറയും, ഇപ്പോഴും ഇനി എപ്പോഴും. ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്, കുഞ്ഞിനെ വളർത്തണ്ടേ, അങ്ങനെയൊക്കെ ആൾക്കാർ നമുക്ക് ചുറ്റിലുള്ളവർ പറയും, നിങ്ങൾക്ക് ഇനി അത് ചിലവാണ്, ഇത് ചിലവാണ്, പണ്ടത്തെ പോലെയല്ല, കുടുംബമായി അങ്ങനെ ഒന്നുമില്ല ശ്രീ. നിങ്ങൾക്ക് കംഫർട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് പോരുക. ഞാനും എൻ്റെ മോനും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ എപ്പോഴും അത് പറയും. നമ്മളിപ്പോ ഇത് കൂടുതലും വീടിനെക്കാൾ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യണ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണല്ലോ. അപ്പോൾ രാവിലെ പോകുന്നു, സ്കൂൾ പോലെയാണ്. രാവിലെ പോകുന്നു, ഈ പറയുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഇവരുടെ കൂടെ നമ്മൾ വളരെ ഫാമിലിയോട് അത്രയും സ്നേഹത്തോടെ നമ്മൾ നിന്ന് പോവുകയാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു പറ്റായിക സംഭവങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉണ്ടായി തുടങ്ങിയാൽ, ഞാൻ നിന്ന ഗ്രൂപ്പുകളിൽ വളരെ റയറായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അത്തരം പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ മറിമായത്തിൽ അത്തരം പ്രശ്നങ്ങളുടെ പേരിലല്ല ഞാൻ മാറിയത്. അതൊന്ന് ഡയറക്ടറുടെ കൂടെ ഇറങ്ങി പോകുന്നത് തന്നെയാണ്. പിന്നീട് ആ ഡയറക്ടർ പോയതിന് ശേഷം ഈ പുള്ളിക്ക് അവിടെ നിൽക്കാൻ മാനസിക പ്രശ്നമാണ്. അങ്ങേരാണല്ലോ എന്നെ കൊണ്ടുവന്നത്, എനിക്കൊരു വഴി വെട്ടിയത് പുള്ളിയാണല്ലോ എന്നൊക്കെ ഉള്ള ഒരു സംഗതി പുള്ളിയുടെ മനസ്സിൽ കിടക്കുമ്പോൾ ഫ്രീ ആയിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ അവിടെ നിന്ന് മാറുന്നതാണ് നല്ലത്. സ്ട്രെസ്ഫുള്ളി 10 പേരിൽ ഒരാൾ അങ്ങനെ സ്ട്രെസ് ആയിട്ട് നിൽക്കുമ്പോൾ ബാക്കി 9 പേരുടെ ആക്ടിങ്ങിനെ അത് ബാധിക്കും. അതുകൊണ്ട് അപ്പൊ നമ്മള് കംഫർട്ടായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എങ്കിലും എനിക്കിപ്പോഴും ആ ഗ്രൂപ്പായിട്ട് വളരെയധികം ഇതുണ്ട്. അവരൊരു ഫാമിലി പോലെയാണ്. ഞാൻ വീട്ടിലൊക്കെ എപ്പോഴും സ്ഥിരം വന്നു പോകുന്ന ആൾക്കാരാണ്. മണിച്ചേട്ടൻ എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഒരു വളവ് തിരിഞ്ഞ അദ്ദേഹത്തിന്റെ വീടായി.